ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയുള്ള ബന്ധത്തിൽ ഇനിയും ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഒരു കാര്യം ഏകലോക ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ്. ആ വിഷയം കൂടെ ചിന്തിച്ച് ഇന്ന് നമ്മുടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. നോക്കുക, ഈ വിധമായ പ്രശ്നങ്ങൾ ലോകത്തിൽ ആഗോളമായി നടമാടിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ദൈവജനത്തിൽ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൽ ഒരു ആഗോളമായി ഈ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ മറുഭാഗത്ത് മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഏകലോക ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ശബ്ദമുയരുകയാണ്. ഇന്നത്തെ ലോക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഒരാഗോള ഗവൺമെൻറ് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ എന്ന് ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നു. ടെററിസം എങ്ങനെ നിയന്ത്രിക്കപ്പെടും? ഭീകരവാദം എങ്ങനെ നിയന്ത്രിക്കപ്പെടും? ലോകത്തിലെ സാമ്പത്തിക തകർച്ച, ആഗോളമായി സാമ്പത്തിക തകർച്ച നേരിടുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുവാൻ ഒരു ആഗോള ഗവൺമെൻറ് ഉണ്ടായെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇന്ന് ലോകത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും പരിഹരിപ്പാൻ ഒരാഗോള ഗവൺമെൻറ് ആവശ്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലൊരു ആഗോള ഗവൺമെൻറ് സ്ഥാപിക്കുവാൻ അനേകർ ശ്രമിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് ഏതാണ്ട് 1500 വർഷം മുമ്പ് അവർ ശ്രമിച്ചു. അതിനുശേഷം അസിറിയൻ സാമ്രാജ്യം ശ്രമിച്ചു. അതിനുശേഷം ക്രിസ്തുവിന് 300 വർഷം മുമ്പ് അലക്സാണ്ടർ ശ്രമിച്ചു. നെബൂഖദ്നേസർ അതിനു മുമ്പ് ശ്രമിച്ചു. അവരെല്ലാം ഒരു സാമ്രാജ്യം ലോകത്തിൽ സ്ഥാപിച്ചെങ്കിലും സർവ്വലോകത്തെയും അവർക്ക് അടക്കി വാഴുവാൻ സാധിച്ചില്ല. ഒരു ഏകലോക ഗവൺമെൻറ് സ്ഥാപിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അത് സാധിക്കുന്ന ഒരു തലമുറ ഇന്നത്തെ തലമുറ മാത്രമാണ്. ഒരാഗോളമായ ഒരു രാഷ്ട്രം, ഒരു രാജ്യം സ്ഥാപിക്കുവാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സൽ ഗവൺമെൻറ് സ്ഥാപിക്കുവാൻ സാധിക്കുന്ന ഏക തലമുറ ഈ തലമുറയാണ്. ഇതിനു മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളും ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നോളജിയും ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷനും ഇന്നുള്ള ആയുധങ്ങളും മറ്റും ഒരേകലോക ഗവൺമെൻറ് സ്ഥാപിക്കുവാൻ സാധിക്കുന്നു. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് 30 മിനിറ്റിനുള്ളിൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഒരു മിസൈൽ എത്തുവാൻ തക്കവണ്ണം കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. GPS എന്ന് പറയുന്ന ഒരു ചെറിയ പ്രതിഭാസം മൂലം ഇവിടെ നിന്ന് തൊടുത്തുവിടുന്ന ഒരു മിസൈല് മധ്യപൂർവ്വ ദേശത്തിലോ യൂറോപ്പിലോ എവിടെയെങ്കിലും ഒരു കൃത്യമായ അഡ്രസ്സ് കുറിച്ചാൽ ആ അഡ്രസ്സിലുള്ള വീട്ടിൽ ചെന്ന് ആ മിസൈൽ പതിക്കത്തക്കവണ്ണം കാര്യങ്ങൾ ഒരുക്കപ്പെടുവാൻ GPS എന്ന് പറയുന്ന സാറ്റലൈറ്റുള്ള ബന്ധപ്പെട്ട് പുതിയൊരു സംവിധാനം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇന്ന് GPS ഒരു സാധാരണ സംഭവം. അമേരിക്കയിലും മറ്റും പോയാൽ അതൊരു സാധാരണ കാര്യമാണ്. വാർത്താ മാധ്യമങ്ങൾ, ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന വാർത്തകളും നമുക്ക് വിദൂരമായൊരു വാർത്തയല്ല. എവിടെയും നടക്കുന്ന വാർത്തകൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അടുക്കൽ നമ്മൾ കേൾക്കുന്ന പോലെയുള്ള വാർത്തകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലോകം അടുത്ത് ഒന്നായി ചെറുതായി കഴിഞ്ഞു. ഒരു ആഗോള ഗവൺമെൻറ് ഉടലെടുക്കുവാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ന്യൂക്ലിയർ ത്രെട്ട്, ഈ ന്യൂക്ലിയർ ത്രെട്ട് ഇപ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധമുണ്ട്. അമേരിക്ക പോലും ഭയന്നിരിക്കുകയാണ്. തീവ്രവാദികളുടെ കയ്യിൽ ഇത് അമരുമോ? തീവ്രവാദികളുടെ കയ്യിൽ ഇത് ചെന്നാൽ അമേരിക്കയുടെ നേരെ അത് ഉപയോഗിക്കുമോ? ഇതിനെങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരണം? അവർ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാരണം ഈ ന്യൂക്ലിയർ ആയുധം അവരുടെ കയ്യിലുള്ളത് അപകടമാണ്. അവരോട് അടുത്ത് നിന്നെങ്കിലേ അതിൻ്റെ നിയന്ത്രണം അവർക്ക് സാധിക്കുകയുള്ളൂ. ലോകത്തിൽ ന്യൂക്ലിയർ ത്രെട്ടും ഈ വിധത്തിലുള്ള കാര്യങ്ങളും ടെററിസവും മറ്റും ഒരാഗോള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരണമെങ്കിൽ ഒരാഗോളവൽക്കരണം, ഏകലോക ഗവൺമെൻറ് ആവശ്യമാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഞാനത് പറഞ്ഞോട്ടെ, ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളം പറയാം. We have moved from tribalism to nationalism, from nationalism to globalism. നമ്മൾ ട്രൈബലിസത്തിൽ നിന്ന് നാഷണലിസത്തിലേക്ക് വന്നു. ഒരു കാലഘട്ടത്തിൽ ഗോത്രപിതാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ലോകമായിരുന്നു ഇത്. ഗോത്രവർഗങ്ങളുടെ ഭരണത്തിൽ നിന്ന് രാഷ്ട്രങ്ങൾ ഉടലെടുക്കുവാനിടയായി നാഷണലിസം. എന്നാൽ രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരാഗോളവൽക്കരണത്തിലേക്ക് അതിശീഘ്രം നീങ്ങുന്നു. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി ഓർപ്പിക്കുന്നു, ഈ ലോകം അവസാനം ഒരേകലോക ഗവൺമെന്റിൽ ചെന്ന് അമരും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അവസാനം എഴുന്നേറ്റ് വരുന്ന ഭരണകർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവന് കൊടുത്ത അധികാരം 13-ന്റെ 7-ാം വാക്യം, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിയിലും അധികാരം ലഭിച്ചു. ലോകവ്യാപകമായ ഒരു അധികാരം, സകല ഭാഷയുടെ മേലും വംശത്തിന് മേലും അവൻ അധികാരം കൊടുക്കുകയാണ്.
എന്നെ പ്രിയപ്പെട്ടവരെ, 2000 വർഷം മുമ്പ് പത്മോസിൽ കിടക്കുന്ന യോഹന്നാന് വെളിപ്പെടുത്തി ലോകത്തിലാകമാനമുള്ള ഒരു ഭരണകൂടം ഉടലെടുക്കും എന്നുള്ളത്. ഇന്ന് നോക്കുക, ഈ 21ാം നൂറ്റാണ്ടിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യകത ഉണ്ടായുള്ളൂ. 21ാം നൂറ്റാണ്ടിൽ മാത്രമേ ഇത് നടപ്പാകുവാനുള്ള വസ്തുതകൾ ഉടലെടുത്തുള്ളൂ. ഉദാഹരണമായിട്ട് ഇലക്ട്രോണിക് മീഡിയ, ടെലിവിഷനും ഞാൻ ഓർപ്പിച്ച പോലെ GPS-ഉം മറ്റും ഉപയോഗിച്ചുകൊണ്ട് ലോക വാർത്തകൾ ഒരറ്റത്തുനിന്ന് മറ്റൊരു അറ്റം വരെ കടന്നു ചെല്ലുക മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് കോണിനും GPS മൂലം 30 മിനിറ്റിനുള്ളിൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഏത് ആയുധവും എത്തിപ്പാൻ കഴിയുന്ന ഒരു ടെക്നോളജി ലോകം കണ്ടുപിടിച്ചു കഴിഞ്ഞു. GPS മൂലം, സാറ്റലൈറ്റ് മൂലം ലോകത്തിൽ ആയുധങ്ങളെ ആ വിധത്തിൽ എത്തിക്കുവാനുള്ള ഒരു ബോംബുകളെ എത്തിപ്പാനുള്ള ഒരു മാർഗം ലോകം കണ്ടുപിടിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ലോകത്തില് ഈ വിധത്തില് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങളും ലോകം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ അടുത്ത സമയത്ത് മനോരമ ഇറക്കുന്ന ശ്രീ എന്ന് പറയുന്ന ഒരു മാഗസിനുണ്ട്. മാഗസിനിൽ വന്ന വാർത്ത നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും. ബൈബിള് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ പ്രാധാന്യത വളരെ വലുതായിരുന്നു. വെരി ചിപ്പ് എന്ന് പറയുന്ന റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, അതിൻ്റെ പേര് റേഡിയോ ടാഗ് എന്നാണ്. റേഡിയോ ടാഗ് എന്ന് അതിന് പേര് പറയും. കടകളിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ അതിനൊക്കെ ഓരോ ടാഗുണ്ട്. എന്നാൽ ഏറ്റവും പുതുതായി കണ്ടുപിടിച്ച ടാഗാണ് റേഡിയോ ടാഗ്, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഇന്ന് കടകളിൽ കയറിയാൽ, എറണാകുളത്ത് കയറിയാലും കടകളിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇറങ്ങുന്ന വാതിലിൽ ഒരു റേഡിയോ ഫ്രീക്വൻസി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തുണി കടയിൽ പണം കൊടുക്കാതെ പോയിട്ടുണ്ടോ എന്നറിയാൻ. കടയിൽ പണം കൊടുക്കാതെ പോയാൽ ആ തുണിയിലുള്ള ഒരു ഡിവൈസ് കൊടുത്തിട്ടില്ല എന്ന് റേഡിയോ ഫ്രീക്വൻസി കണ്ടുപിടിക്കുവാൻ കഴിയുന്നു. ഒരു സാധനവും ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസ് എന്ന് പറയും. ഇന്ന് കടകളിൽ അത് സാധാരണമായി കഴിഞ്ഞു. കേരളത്തിലെ ആനകളുടെ മുതുകില് ഈ ഐഡന്റിഫിക്കേഷൻ ടാഗുകൾ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ വളർത്തുന്ന ആനകൾ, അവയ്ക്ക് മതമിളകിയിട്ടുണ്ടോ, അവയ്ക്ക് ചികിത്സകൾ നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ ആനകളെ കണ്ടാലല്ല ഒരുപോലെ ഇരിക്കും. എന്നാൽ അവയുടെ ത്വക്കിൻ്റെ അടിയിൽ ഒരു ചെറിയ അരിമണിയുടെ വലുപ്പമുള്ള ഒരു ക്യാപ്സൂൾ കയറ്റിയിടുകയാണ്. ദൂരെ നിന്നുകൊണ്ട് തന്നെ ഈ ആനയുടെ പേരെന്താണ്, ഈ ആനയ്ക്ക് എന്ത് പ്രായമുണ്ട്, ഈ ആനയ്ക്ക് എന്ത് രോഗമുണ്ട് എല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഡിവൈസ് ഗവൺമെന്റിന്റെ നിബന്ധന മൂലം കേരളത്തിലെ ആനകൾക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ വസ്തുത അമേരിക്കയിലെ മനുഷ്യരുടെ മേൽ ഈ ഐഡന്റിഫിക്കേഷൻ കൊടുക്കുവാൻ അമേരിക്കയിൽ ചിന്തിച്ചപ്പോൾ ഭയങ്കരമായ ജാഥകളും ഭയങ്കരമായ ഒച്ചപ്പാടുകളും ഉണ്ടാക്കി. മനുഷ്യന്റെ മേൽ അത് കൊടുക്കരുത്, മനുഷ്യന്റെ മേൽ അത് കൊടുക്കരുത്. മനുഷ്യൻ ഒരു വാണിജ്യ വസ്തു അല്ല, മനുഷ്യനൊരു മൃഗമല്ല, മനുഷ്യന്റെ മേൽ ഈ വെറിച്ചിപ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ അവർ ഉണ്ടാക്കി. ജാഥകളും മറ്റും അവർ നടത്തി. എന്നാൽ 2001 സെപ്റ്റംബറിൽ ഭീകരന്മാർ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഭീകരതയുടെ ഭയങ്കരത്വം അവർക്ക് മനസ്സിലായി. ആ ഭീകരതയുടെ ഭയങ്കരത്വം മനസ്സിലായപ്പോൾ ആരാണ് ശരിയായിട്ടുള്ള ഒരു പൗരൻ, ആരാണ് ഈ ഭീകരൻ എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഈ വെറിച്ചിപ്പ് മൂലം സാധിക്കും. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ബോംബെയിലെ ഭീകരന്മാർ താണ്ഡവമാടിയപ്പോൾ ഇന്ത്യക്കാരനാണോ പാകിസ്ഥാനിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു നെൽമണിയുടെ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഇഞ്ചക്ഷൻ കൊണ്ട് ത്വക്കിൻ്റെ അടിയിൽ നിക്ഷേപിപ്പാൻ കഴിയുന്ന ഈ വെറിച്ചിപ്പ് മൂലം ഈ വിധത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ കൊടുക്കുവാൻ കഴിയും. ലോകത്തിൽ ഇന്ന് സുരക്ഷിതത്വം ആവശ്യമുണ്ടെങ്കിൽ ഈ വെറിച്ചിപ്പ് ഇന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവന്നേ സാധിക്കുകയുള്ളൂ. അമേരിക്കയിൽ ജേക്കബ്സ് ഫാമിലി എന്ന് പറയുന്ന ഒരു കുടുംബം ആദ്യമായിട്ട് ഈ വെറിച്ചിപ്പ് അവരുടെ ശരീരത്തിൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും അവരത് ഏറ്റെടുക്കുകയുണ്ടായി. യെസ്, ജേക്കബ്സ് ഫാമിലി, ആ കുടുംബത്തിലുള്ള എല്ലാവരും ആ വെറിച്ചിപ്പ് അത് ധരിക്കുകയുണ്ടായി. ഏതാണ്ട് ഒരു ചെറിയ നെൽമണിയുടെ വലുപ്പമേ ഉള്ളൂ. അത് ത്വക്കിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സകല ഡീറ്റെയിൽസും ദൂരെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നെ പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് അമേരിക്കയിൽ ഇത് കൊണ്ടുവരുവാൻ ആ ജനങ്ങൾ എതിർത്തിരുന്നെങ്കിൽ
2001 സെപ്റ്റംബറിലെ ഭീകരന്മാരുടെ ആക്രമണത്തിന് ശേഷം അത് നടപ്പാക്കാം എന്ന മനസ്ഥിതിയായി. സുരക്ഷിതമായൊരു ജീവിതത്തിന് വേണ്ടി അതാകാം എന്നുള്ളത് അവർക്ക് സമ്മതമായി. അവർക്ക് മനസ്സിലായി ഇത് ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 90% കുറ്റകൃത്യങ്ങളും തടസ്സം ചെയ്യാം. കാരണം ഏത് കുറ്റകൃത്യം ചെയ്താലും അവനെ കണ്ടുപിടിക്കാൻ കഴിയും. കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ചാൽ അദ്ദേഹത്തെ കുറ്റകൃത്യം ചെയ്യുവാൻ തുനിയില്ല. ഈ വരിച്ചിപ്പ് കൊടുത്താൽ ഏത് കുറ്റം ചെയ്യുന്ന മനുഷ്യനെയും കണ്ടുപിടിക്കാൻ കഴിയും. മാത്രമല്ല, നിയമങ്ങളും ചട്ടങ്ങളും വളരെ എളുപ്പത്തിൽ നടപ്പാക്കുവാൻ കഴിയുന്നത് കൊണ്ട് ഗവൺമെന്റിന് ഒരുപാട് പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് കുറയ്ക്കുവാൻ കഴിയും. കടകളിൽ നിന്ന് സാധനങ്ങൾ ആരും എടുക്കില്ലേ? മയങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ ആരാണെന്നുള്ളതും എന്ത് ചികിത്സ വേണമെന്നുള്ളതും കണ്ടുപിടിക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണമുള്ളത് കൊണ്ട് ഈ കാര്യം നടപ്പാക്കുവാൻ ഏതാണ്ട് ലോക ജനതതി സമ്മതിച്ച് കഴിഞ്ഞു. അമേരിക്കയിലും യൂറോപ്പിലും സമ്മതമായി കഴിഞ്ഞു. ലോകത്തിൽ ഇന്ന് ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദം, ലോകത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇത് പരിഹരിപ്പാൻ തക്കവണ്ണം ഈ വെറിച്ചിപ്പ് ഒരു സാധാരണ സംഭവമായി മാറുവാൻ പോവുകയാണ്. വെളിപാട് ദിവസം 13-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. എന്നെ കേൾക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് രേഖപ്പെടുത്തി അതിൻ്റെ 15-16 തൊട്ടുള്ള വാക്യം. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലം കൈയിലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയിൽ ഇല്ലാത്തവന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ള മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് മനുഷ്യന്റെ സംഖ്യ എത്രയേ? അതിന്റെ സംഖ്യ 666. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യകാലത്ത് ഒരു ഏകലോക ഭരണകർത്താവ് വരുമ്പോൾ അവന്റെ മുദ്രയില്ലാത്തവർക്ക് വിൽക്കാനും വാങ്ങാനും സാധിക്കില്ല എന്നൊരു സാഹചര്യം വരും. നോക്കുക, ഇന്ന് ലോകത്തിൽ വെരിച്ചിപ്പ് അത് ഉടലെടുക്കുവാൻ തക്കവണ്ണം ലോകരാജ്യങ്ങൾ മനസ്സതി ഒരുങ്ങിക്കഴിഞ്ഞു. ഭീകരത്വവും അതുപോലെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ, കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുവാൻ, മനുഷ്യന് സമാധാനമായി ജീവിപ്പാൻ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. ലോക ജനതയുടെ മനസ്സ് അതിനായി ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു, അത് നെറ്റിമേലും വലങ്കൈമേലോ കൊടുക്കും. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്ര കിട്ടാത്ത ഒരുത്തനും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുവാൻ കഴിയില്ല. അത് ഒരു മൃഗത്തെ അത് നമ്മളിവിടെ വായിച്ചതുപോലെ ബുദ്ധിയുള്ളവൻ ആ മൃഗത്തിന്റെ സംഖ്യ എണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. അത് 666. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവം ഇതെന്താണെന്ന് പറഞ്ഞില്ല. ബൈബിളിൽ എങ്ങും അതിനെക്കുറിച്ചൊരു പരാമർശമില്ല. ഇവിടെ ദൈവം ആവശ്യപ്പെട്ട് ബുദ്ധിയുള്ളവൻ അത് ഗണിച്ചുകൊള്ളുവാൻ പറഞ്ഞു. അത് ഒരു മൃഗത്തിന്റെ സംഖ്യയാണ്. അതിന്റെ സംഖ്യ 666. ബുദ്ധിയുള്ളവൻ ഗണിച്ചുകൊള്ളുവാൻ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു ഇത് കമ്പ്യൂട്ടറൈസേഷനാണ്. കമ്പ്യൂട്ടർ വായിക്കുന്ന ബാർകോഡ് നോക്കുക. കമ്പ്യൂട്ടർ വായിക്കുന്ന ബാർകോഡ്, ആ കാണുന്ന വരകളുണ്ടല്ലോ, ആ വരകൾ വാസ്തവത്തിൽ തത്തുല്യമായ സംഖ്യകളാണ്. വേദപുസ്തകത്തിൽ ഈ വരകള് കമ്പ്യൂട്ടർ 1, 2, 3 എന്നുള്ള ഡിജിറ്റ്സ് വായിക്കത്തില്ല. ആ ഡിജിറ്റ്സിന് പകരം കമ്പ്യൂട്ടർ വായിക്കുന്നത് ഈ വരകളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞു, മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യ ആയ മുദ്ര, സംഖ്യ ആയ മുദ്ര, സംഖ്യയ്ക്ക് പകരമായ മുദ്ര. ഈ മുദ്രയുള്ളവർക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പേരിന്റെ ആയ മുദ്ര, ആ സംഖ്യയ്ക്ക് ഉതകുന്ന മുദ്ര, മാർക്ക് എന്നാണ് ഇംഗ്ലീഷിൽ. ഈ കാണുന്നത് മാർക്കാണ്, സർവ്വസാധാരണമായി തീർന്ന മാർക്ക്. ഈ മാർക്കില്ലാത്തവർക്ക് വിൽക്കാനും വാങ്ങുവാനും സാധ്യമല്ല. നോക്കുക, ഇന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്ത് മേടിച്ചാലും ഈ മാർക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഈ മാർക്ക് ശ്രദ്ധിച്ചാൽ അതിനകത്ത് 666 എന്ന് പറയുന്ന സംഖ്യയുണ്ട്. ആ മാർക്ക് നോക്കുക. ഏത് മാർക്കിന്റെ രണ്ടറ്റത്തും 2 പാരലൽ ലൈൻ മുന്തി നിൽക്കുന്നു, അതിന്റെ മധ്യഭാഗത്തും പാരലൽ ലൈൻ മുന്തി നിൽക്കുന്നു. ആ മുന്തി നിൽക്കുന്ന പാരലൽ ലൈൻ 6 ആണ്. എല്ലാ ബാർകോഡിലും 666 മുന്തി നിൽക്കുന്നു. എന്തുകൊണ്ടാണത് അറിഞ്ഞുകൂടാ. ഓരോ ബാർകോഡിലും നോക്കുക, ഓരോ ബാർകോഡിലും ഒരറ്റത്ത് 2 പാരലൽ ലൈൻ, മധ്യഭാഗത്ത് ഒരു പാരലൽ ലൈൻ, ഏറ്റവും അറ്റത്തുള്ള ഒരു പാരലൽ ലൈൻ. ആ പാരലൽ ലൈൻ 6 ആണ്. നമ്മളിവിടെ വായിച്ചു, പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര മാർക്ക്. സംഖ്യയാണിത്, സംഖ്യയ്ക്ക് പകരമായ ഒരു മാർക്ക്. ആ മാർക്കിൽ
666 മുന്തി നിൽക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്മോസിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ കണ്ടു, കാലമതിന്റെ അന്ത്യത്തിൽ എത്തുമ്പോൾ ഈ മുദ്ര, കമ്പ്യൂട്ടർ വായിക്കുന്ന ഈ മുദ്രയുള്ളവർക്ക്, ഈ മാർക്കുള്ളവർക്ക് വിൽക്കാനും വാങ്ങുവാനും കഴിയുള്ളൂ എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഞങ്ങളെ കേൾക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇന്നും ഇന്നലെയും പറഞ്ഞ കാര്യമല്ലല്ലോ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകലോക ഗവൺമെന്റ് ഈ ഭൂമിയിൽ വരുമ്പോൾ ഒരു ഏകലോക ഭരണകർത്താവിന് ലോകത്തെ ഭരണത്തിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ സകല മനുഷ്യരെയും അവനൊരു മുദ്ര കൊടുക്കും. ഇന്ന് നോക്കുക, ലോകം മുഴുവൻ വെരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഓർത്തതുപോലെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗ് RFID കൊടുക്കുവാൻ തക്കവണ്ണം ലോകം ഏതാണ്ട് മനസ്സൊരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ഈ മുദ്ര കിട്ടട്ടെ, സുരക്ഷിതമായി ജീവിക്കാമല്ലോ, ഭീകരന്മാരെ തിരിച്ചറിയാമല്ലോ, കള്ളക്കടത്തും കരിഞ്ചന്തയും നിർത്താമല്ലോ, ഗവൺമെന്റിന് ധാരാളം പണം ഇതുള്ള ബന്ധത്തിൽ ലാഭിക്കാമല്ലോ, സ്വസ്ഥമായ ഒരു ജീവിതം മനുഷ്യന് ലഭിക്കുമല്ലോ. വെരിച്ചിപ്പിന് വേണ്ടി, RFIDക്ക് വേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി അങ്ങനെ ഒരു മുദ്ര അവസാന കാലത്ത് മനുഷ്യന് കൊടുക്കും. ആ മുദ്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ പേരോ പേരിന്റെ സംഖ്യയോ ആയ മാർക്ക് അത് 666. ബുദ്ധിയുള്ളവൻ ഗണിച്ചുകൊള്ളുവാൻ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ന്യൂമറിക്കൽ, അതിൻ്റെ ആ കമ്പ്യൂട്ടറിന്റെ സംഖ്യകൾ കൂട്ടി നോക്കിയാൽ 666 എന്ന് വരും. ഈ മുദ്രയിൽ നമ്മൾ 666 കണ്ടു. COMPUTER കമ്പ്യൂട്ടർ എന്ന് രേഖപ്പെടുത്തിയിട്ട് ഈ 666 നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് പരിശോധിച്ച് നോക്കുക. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ A to Z എഴുതുക. Aക്ക് 6 Bക്ക് 12 Cക്ക് 18, അങ്ങനെ 6ന്റെ ഗുണനങ്ങൾ Z വരെ കൊടുത്തിട്ട് COMPUTER എന്ന് എഴുതി ആ ആൽഫബറ്റിന് തത്തുല്യമായ സംഖ്യകൾ എഴുതി കൂട്ടി നോക്കിയാൽ കൃത്യം 666 ആയിരിക്കും. കമ്പ്യൂട്ടറിന്റെ ന്യൂമറിക്കൽ വാല്യൂ 666 ആണ്. മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, WWW സാറ്റലൈറ്റ് ബന്ധിപ്പിച്ചിരിക്കുന്ന വെബാണ്, വേൾഡ് വൈഡ് വെബ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം WWW. എബ്രായ ഭാഷയിൽ 6 എന്നുള്ളതിന് ഉച്ചരിക്കുന്നത് വൗ അല്ലെങ്കിൽ W എന്നാണ്. WWW എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ 666 എന്നാണ്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് 666 ആണ്. ലോകം ഒരു കമ്പ്യൂട്ടർവൽക്കരണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുകയാണ്, അന്ത്യക്രിസ്തുവിന്റെ ഭരണത്തിന് വേണ്ടി വെരിച്ചിപ്പ് അല്ലെങ്കിൽ RFID റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗ് ഒരു സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരിൽ അത് കൊടുക്കുന്നതിന് ലോകം എതിർത്തിരുന്നെങ്കിൽ അമേരിക്കയിലും യൂറോപ്പിലും മറ്റും അത് കൊടുക്കുവാൻ സന്നദ്ധരായി കഴിഞ്ഞു. അതിനെ സ്വീകരിപ്പാൻ മനസ്സൊരുങ്ങിക്കഴിഞ്ഞു. ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഇവിടെ ആ വെളിപാട് ദിവസം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ ഞാനൊന്ന് എടുത്തോട്ടെ. അപ്പോൾ 10 കൊമ്പ് 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്ന കണ്ടു. ലോകവ്യാപകമായ ഒരു സാമ്പത്തിക തകർച്ച കണ്ടു. എത്രയോ നാളുകളായി ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നു, അന്ത്യകാലത്ത് ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടാകും. ഇന്നൊരു സാമ്പത്തിക തകർച്ച കാണുന്നു. എന്നെ കേൾക്കുന്നവരെന്നെ ചോദ്യം ചെയ്യരുത്. യാക്കോബ് ലേഖനം 5-ാം അധ്യായം എടുത്താട്ടെ. യാക്കോബ് ലേഖനം 5-ാം അധ്യായം ഈ വാക്യം എടുത്ത് നൂർത്തുവെച്ച് പലപ്പോഴും ഞാൻ തനിയെ ഇരുന്നിട്ടുണ്ട്. ഒരുപാട് നേരം ഇരുന്ന് ധ്യാനിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു സാമ്പത്തിക തകർച്ച ലോകത്തിൽ ആഗോളം സംഭവിക്കുമെന്ന് വചന വെളിച്ചത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പലരും എന്നോട് ചോദിച്ചു, യേശുക്രിസ്തു വരുന്നതിന് മുമ്പാണോ യേശുക്രിസ്തു വന്ന ശേഷമാണോ ഇത് സംഭവിക്കുന്നത്? നിങ്ങളതിന് ഉത്തരം പറയണം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചു, ഉടുപ്പ് പുഴുവരിച്ചു പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചു. അന്ത്യകാലത്ത് നിങ്ങളുടെ പണം ദ്രവിച്ചു. എന്നാൽ ഇനിയുള്ള വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഈ സാമ്പത്തിക തകർച്ച പറഞ്ഞിട്ട് 7-ാം വാക്യത്തിൽ, എന്നാൽ സഹോദരന്മാരെ,
എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരുപ്പീൻ. 8-ാം വാക്യം, ദീർഘക്ഷമയോടിരുപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. 9-ാം വാക്യം, ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. ഇതാ അവൻ വാതിക്കൽ നിൽക്കുന്നു. സാമ്പത്തിക തകർച്ച ലോകത്തിൽ വരുന്നത് യാക്കോബ് ചൂണ്ടിക്കാണിച്ചു. നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം നിങ്ങളുടെ ധനം ദ്രവിച്ചു പോകുന്നത് കണ്ട് കരഞ്ഞ് മുറയിട്ടുകൊള്ളുവാൻ പറഞ്ഞു. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചോ, റിലയൻസിന്റെ അംബാനിയുടെ 5000 കോടി ധനം വെറും 3000 കോടി 2000 കോടിയായി കുറഞ്ഞു. 3000 കോടി രൂപ കണ്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരിൽ ജർമ്മനിയിൽ 5-ാമത്തെ ധനവാൻ ആത്മഹത്യ ചെയ്തു. ഞാൻ അമേരിക്കയിലായിരുന്നു 2 മാസം മുമ്പ്. വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് കണ്ടെനിക്ക് പ്രയാസം തോന്നി. അവിടെ അനേകർ റിട്ടയർ ചെയ്യാനിരുന്നവർക്ക് റിട്ടയർമെന്റ് ഇല്ല. എന്താ കാരണം? റിട്ടയർമെന്റിന് വേണ്ടിയുള്ള പണം അവർ 401k എന്ന് പറയുന്ന 401k എന്ന് പറയുന്ന ഷെയർ മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. അത് തകർന്നു പോയി. 15 വർഷം 20 വർഷം 25 വർഷം ജോലി ചെയ്ത് റിട്ടയർമെന്റിന് വേണ്ടിയുള്ള പണം നിക്ഷേപിച്ചത് 401kയിലാണ്. അത് നശിച്ചുപോയി. ഞാൻ അമേരിക്കയിലുള്ളപ്പോൾ അവർ പറഞ്ഞു, നാളെ റിട്ടയർ ചെയ്യേണ്ടവർ ഇനിയും അടുത്ത 10 വർഷമോ 15 വർഷമോ ജോലി ചെയ്തെങ്കിൽ റിട്ടയർ ചെയ്യുവാൻ സാധിക്കുള്ളൂ. കാരണം അതുവരെയുള്ള റിട്ടയർമെന്റ് പോയി. ധനം ദ്രവിച്ചുപോയി, സമ്പത്ത് ദ്രവിച്ചുപോയി. ആശ്ചര്യമാണ് ഈ പറഞ്ഞത്. ലോകത്തിൽ ആഗോളം ഇത് സംഭവിച്ചു. ഞാൻ ചില ഉന്നത നിലവാരത്തിലിരിക്കുന്ന ചിലരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. എന്നോട് പറഞ്ഞു, 2009 ഇതിലും വഷളായിരിക്കും, 2009 ഇതിലും വഷളായിരിക്കും. മധ്യപൂർവദേശം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജോലികൾ നഷ്ടപ്പെടുന്നു. അമേരിക്കയുടെ വലിയ കമ്പനികളിൽ ജോലിക്കാരെ പിരിച്ചുവിടുന്നു. മൈക്രോസോഫ്റ്റ് മുതലായ കമ്പനികൾ 1000കണക്കിന് ജോലിക്കാരെ പിരിച്ചുവിടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ ജോലിയില്ലെങ്കിൽ ജീവിക്കുന്നത് പ്രയാസമാണ്. നമ്മുടെ രാജ്യം എത്രയോ മെച്ചമാണ്, നമ്മുടെ ജീവിത രീതി എത്രയോ മെച്ചമാണ്. യെസ്, ഒരു കാര്യം ഓർത്തുകൊള്ളുക, ലോകത്തിൽ ആഗോളമായി സാമ്പത്തിക തകർച്ച വരുമ്പോൾ യാക്കോബ് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ഇത് സംഭവിക്കുന്ന കാണുമ്പോൾ 7-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം സ്ഥിരപ്പെടുത്തുക, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുകയാണ്. ന്യായാധിപതി ഇതാ വാതിക്കൽ നിൽക്കുന്നു. കർത്താവിന്റെ വരവിന് മുമ്പാണോ പിമ്പാണോ ഇത് സംഭവിക്കുന്നത്? ഈ വാക്യത്തെ ആസ്പദമാക്കി നാം ഈ കാണുന്ന തകർച്ച ന്യായാധിപതി വാതിക്കൽ വന്നെത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മളെ വിളിച്ചു കാണിക്കുന്നു. അവൻ അടുക്കലായിട്ടുണ്ട്. ഒരു കാര്യമായിരുന്നെങ്കിൽ നമുക്ക് കണ്ണടയ്ക്കാമായിരുന്നു. ഒന്നല്ലേ, 100 കണക്കിന് പ്രവചനങ്ങൾ. സാമ്പത്തിക കോളത്തിൽ സംഭവിച്ച അതിഭയങ്കരമായ സംഭവങ്ങൾ. ധനവാന്മാരുടെ പണം ദ്രവിച്ചുപോയി, പുഴുവരിച്ചുപോയി. ഭയങ്കരമായ വിപത്തുകളും അനർത്ഥങ്ങളും, ലോകൽ സമ്പൽഘടനയ്ക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ നമ്മൾ പോയാൽ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ടൈംസ് സ്ക്വയറിൽ നമ്മൾ പോയാൽ അവിടെ അമേരിക്കയുടെ കടം 42-ാം സ്ട്രീറ്റ് 6th അവന്യൂ, ടൈംസ് സ്ക്വയറിലെ 42-ാം സ്ട്രീറ്റിലെ 6th അവന്യൂവില് വലിയൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ അമേരിക്കയുടെ കടം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ $100 വരുമ്പോഴും അമേരിക്കയുടെ കടം എത്ര എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ ബോർഡ് നിന്നുപോയി. ഞാൻ അമേരിക്കയിലുള്ളപ്പോൾ ആ ബോർഡ് നിന്നുപോയി. ആളുകൾ ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്തപ്പോൾ ഈ ടൈംസ് സ്ക്വയറിലുള്ള ബോർഡ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അമേരിക്കയുടെ കടം വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആ ബോർഡ് നിന്നുപോയി. എന്താ കാരണമെന്നറിയാമോ? അവരുടെ കടം 10 ട്രില്യണിലധികമായി. 1 ട്രില്യൺ കടമുണ്ടാകുമെന്ന സ്വപ്നത്തിൽ അവർ ചിന്തിച്ചില്ല. 10 ട്രില്യൺ കവിഞ്ഞുപോയി. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ഇട്ട് 12 പൂജ്യം ഇടണം.
10 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ കണക്കാക്കിയപ്പോൾ 300 മില്യൺ ജനസംഖ്യയുണ്ട്, 300 ദശലക്ഷം ആളുകൾ അമേരിക്കയിലുണ്ട്. ഓരോ പൗരന്മാർക്കും 20 ലക്ഷം രൂപ വെച്ച് കടമുണ്ട്. അമേരിക്കയിലെ ഓരോ പൗരനും 20 ലക്ഷം രൂപ വെച്ച് കടമുണ്ട്. $40,000. ആ കടം അവർക്ക് വീട്ടാൻ കഴിയില്ല. ആ സർക്കാരിന് പണം ആ കടം വീട്ടാൻ കഴിയില്ല. ഈ കടമുള്ളപ്പോഴാണ് അവരുടെ സൈന്യം ഭീകരത്വത്തോടുള്ള ബന്ധത്തിൽ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും കടന്നുപോയത്. $700 ബില്യണിലധികം ഇറാഖിൽ അവർ ചെലവഴിച്ചു. $700 ബില്യൺ അവിടെ ചെലവഴിച്ചപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള സാമ്പത്തിക ഘടന തകർന്നുപോയി. നമ്മൾ അതിൻ്റെ ഭയങ്കരത്വം മനസ്സിലാക്കണമെങ്കിൽ അവിടെ ചെല്ലണം. ഹോട്ടലുകളിൽ ആൾത്തിരക്കില്ല, അധികം പണങ്ങൾ ദൂർത്തടിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രം വീടുകളിൽ ഒതുങ്ങി പാർക്കുകയാണ്. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഓരോ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ വിൽക്കുവാൻ വീടിട്ടിരിക്കുന്നു എന്ന ബോർഡുകൾ അവിടെ എവിടെയും കാണാം. ഒരു സ്ഥലത്തൊക്കെ 100-200 ബോർഡുണ്ട്, വിൽക്കാൻ വീടിട്ടിരിക്കുകയാണ്. സാമ്പത്തിക തകർച്ച നിങ്ങൾക്ക് മനസ്സിലായോ? അതിൻ്റെ അലയടികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായി. എന്നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ പറയുകയായിരുന്നു, നമ്മുടെ കൊച്ചിയിൽ നിന്ന് 10 കണ്ടെയ്നർ കശുവണ്ടി കയറ്റി അയച്ചെടുത്ത് 1 കണ്ടെയ്നർ കയറ്റി അയക്കുവാൻ കഴിയുന്നില്ല. സാമ്പത്തിക ഘടന ഒലഞ്ഞുപോയി. അന്ത്യകാലത്ത് ധനം ദ്രവിച്ചു പോവുകയാണ്, പുഴുവരിച്ചു പോവുകയാണ്. എന്നാൽ അവിടെ രേഖപ്പെടുത്തിയതിൻ്റെ ഗൗരവം ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വരവ് വരെ നിങ്ങൾ ദീർഘക്ഷമയോടിരിക്കുക. അവൻ വാതിക്കലായിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിലുപരിയായി നമ്മുടെ കർത്താവ് അടുത്തിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ന്യായാധിപതിയായി വാതിക്കൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭരണകർത്താവ് എഴുന്നേറ്റ് വരുന്ന പ്രതലം ചൂണ്ടിക്കാണിച്ചു. അവൻ സമുദ്രത്തിൽ നിന്ന് കയറി വരും, ലോക ജനതയിൽ നിന്ന് അവൻ കയറി വരും. വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. ഒരു സമുദ്രത്തിൽ നിന്ന് 10 കൊമ്പുള്ളൊരു മൃഗം കയറി വരുന്നു. നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. നോക്കാം, യെശയ്യാ പ്രവചനം 17-12 എന്നെടുക്കാം. യെശയ്യാ പ്രവചനത്തിന്റെ 17-12. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു. ഇളകി മറിയുന്നു ലോക ജനതതി. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ അന്ത്യകാലത്ത്, ലൂക്കോസ് 21:25, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. ലോക ജനതതി ഇളകി മറിയുന്ന ഒരു കാലഘട്ടം. എന്താണ് അടുത്തതെന്ന് പറയുവാൻ വയ്യാതെ ആഗോളമായ ഒരു പ്രതിഭാസം ലോകം നേരിടുമ്പോൾ അതിൻ്റെ പരിഹാരമായി 10 കൊമ്പുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരും. നീ കണ്ട വെള്ളം, വെളിപാട് 17-15, നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. എന്നാൽ തിരുവചനം നമുക്ക് വെളിച്ചം തന്നു. ഈ 10 കൊമ്പുള്ള മൃഗം കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യത്തിൽ നിന്നും ഉടലെടുത്ത് വരേണ്ടതാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാൽ റോമൻ സാമ്രാജ്യത്തെ ആരും പിടിച്ചടക്കിയില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സാമ്രാജ്യങ്ങളുടെ ചരിത്രം. ബാബിലോൺ സാമ്രാജ്യം, മേദ്യപാർഷ്യരുടെ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം. ബാബിലോൺ സാമ്രാജ്യത്തെ മേദ്യരും പേർഷ്യരും പിടിച്ചെടുത്തു. അവരെ ഗ്രീക്കുകാർ പിടിച്ചെടുത്തു. ഗ്രീക്കുകാരെ റോമാക്കാർ പിടിച്ചെടുത്തു. റോമാക്കാരെ ആരും പിടിച്ചെടുത്തില്ല. റോമാക്കാർ അതിൽ തന്നെ ചിത്രീകരിക്കപ്പെട്ടു. AD 476 റോമൻ സാമ്രാജ്യം ചിത്രീകരിക്കപ്പെട്ടു. യൂറോപ്പിൽ കാണുന്ന അനേക രാജ്യങ്ങൾ ഉടലെടുത്തു, മധ്യപൂർവ്വദേശത്തിലെ ചില രാജ്യങ്ങളും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമുക്ക് വെളിച്ചം തന്നു. അവസാന കാലമാകുമ്പോൾ ഈ കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യത്തിനൊരു നവോത്ഥാനം ഉണ്ടാകും. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം എടുത്താട്ടെ. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം. 4ാമത് ഉത്ഭവിച്ചത് റോമൻ സാമ്രാജ്യമാണ്. അവയുടെ മധ്യത്തിൽ അടുത്തതായിട്ട് ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാണ്ടിരിക്കുന്ന 10 രാജാക്കന്മാർ, അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. 4ാമത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം.
AD 470 റോമൻ സാമ്രാജ്യം ശിഥിലീകരിക്കപ്പെട്ടു. എന്നാൽ വിശുദ്ധ വേദോസം വെളിപ്പെടുത്തി അവിടെ നിന്ന് ഉത്ഭവിപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാർ, 4ാമത്തെ സാമ്രാജ്യത്തിൽ നിന്ന് എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാണ് ഈ 10 കൊമ്പ്. വെളിപ്പാട് ദിവസം 17:1 നമ്മൾ കണ്ടു 10 കൊമ്പുള്ളൊരു മൃഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യൂറോപ്പ് ചലനാത്മകമായി, യൂറോപ്പ് ഒരു യൂറോപ്യൻ കോമൺ മാർക്കറ്റായി, യൂറോപ്യൻ സിറ്റിസൺസായി, യൂറോപ്പിനൊരു പാസ്പോർട്ടായി, യൂറോപ്പിനൊരു കറൻസിയായി, യൂറോ എന്ന് പറയുന്ന ഒരു കറൻസി ഉണ്ടായി. എന്നാൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്തിക്രിസ്തുവിൻ്റെ ആവിർഭാവം. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ നോക്കുകയായിരുന്നു. ഈ യൂറോപ്യൻ യൂണിയൻ അവരുടെ കറൻസിയൊക്കെ ഇറക്കിയപ്പോൾ അവരുടെ സ്ഥാപകനായ ഹെൻറി സ്പാങ്ക് പ്രഘോഷിച്ചത്, പറഞ്ഞത് ഞാൻ കുറിച്ചു വെക്കുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് ഞാൻ പലയിടത്തും ഓർപ്പിച്ചിട്ടുണ്ട്, വി ഡു നോട്ട് വാണ്ട് അനദർ കമ്മിറ്റി. ഞങ്ങൾക്ക് ഇനിയും വേറൊരു കമ്മിറ്റി വേണ്ട. അങ്ങനെയുള്ള ഒരുപാട് കമ്മിറ്റികളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് കഴിവുള്ള പ്രാപ്തനായ ഒരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സെൻഡ് us such a man and he be God or devil, we will receive him. ഞങ്ങൾ അവനെ സ്വീകരിക്കും. ഒരു സാത്താനോ ദൈവമായിക്കൊള്ളട്ടെ, അങ്ങനെ പ്രാപ്തനായ ഒരു വ്യക്തി അയക്കുക, ഞങ്ങൾ അവനെ സ്വീകരിക്കും. യൂറോപ്പ് ശക്തനായ ഒരു ഭരണകർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അന്തിക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഭരണകർത്താവിനെ അവർ അംഗീകരിക്കും. നമ്മൾ അല്പം മുമ്പ് ഇറാനിൽ നിന്ന് 12ാമത്തെ ഇമാം മഹ്ദി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ ഒരുത്തൻ എഴുന്നേറ്റ് വരും. അതാരാണെന്നറിയാമോ? അന്തിക്രിസ്തുവായിരിക്കും. അവർ കബളിപ്പിക്കപ്പെടും. അവർ ചിന്തിക്കും, ഇതാണ് അവർ കാത്തിരുന്ന മഹദി. യൂറോപ്യൻ യൂണിയൻ അവർ ചിന്തിക്കും, അവർ ആഗ്രഹിക്കുന്ന വ്യക്തി ഇതാണ്, അവൻ ഇസ്രായേലിനോട് സമാധാന കരാർ ഉറപ്പിക്കും. ഇസ്രായേൽ ചിന്തിക്കും, ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളുടെ മശിഹ. ഞാനെന്ന് പറയട്ടെ, അന്തിക്രിസ്തു വരുവാൻ, പ്രത്യക്ഷപ്പെടുവാൻ യൂറോപ്പ് ഒരുങ്ങി. ഇസ്ലാമിക് രാജ്യങ്ങളിൽ സിയകൾ 12ാം മഹദിക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി ലോകം ഒരുങ്ങുന്നു. ഇതെല്ലാം ഒരു സത്യം വിളിച്ചു പറയുന്നു, വളരെ വ്യക്തമായ ഒരു സത്യം വിളിച്ചു പറയുന്നു. അന്തിക്രിസ്തുവിന്റെ വരവിനും അവൻ വന്നു കഴിഞ്ഞാൽ ഭരണം നടത്തുവാനുള്ള കാര്യങ്ങളും ഒരുക്കപ്പെടുന്നു. ലോകത്തിൽ നമ്മൾ ഓർത്തതുപോലെ വെറി ചിപ്പ്, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗ് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ലോകം ഇന്നത് അംഗീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം, സമാധാനത്തിന് വേണ്ടി അത് സ്വീകരിച്ചു കൊള്ളാം. വേദോസം എത്ര വ്യക്തമായി പറഞ്ഞു, അങ്ങനെയുള്ളൊരു മുദ്ര കൊടുക്കും. 666 സംഖ്യയ്ക്ക് തത്തുല്യമായ 666 എത്ര വ്യക്തമായി ബാർകോഡ് ഈ പറയുന്ന വസ്തുതയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുവാൻ നവോത്ഥാനം പ്രാപിക്കുന്നു യൂറോപ്പ്, പഴയ റോമൻ സാമ്രാജ്യം. 1700 വർഷം മുമ്പ് ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു റോമൻ സാമ്രാജ്യം ഭരണം നടത്തി. യേശു ക്രിസ്തു 2ാമത് മടങ്ങി വരുന്ന സമയം വീണ്ടും ആ റോമൻ സാമ്രാജ്യം വീണ്ടും ഭരണം നടത്തുവാൻ പോകുന്നു. അന്തിക്രിസ്തുവിന് വേണ്ടി എല്ലാം ഒരുക്കപ്പെട്ടു. ദൈവസഭ മാറ്റപ്പെടുവാൻ എല്ലാം ഒരുക്കപ്പെട്ടു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തമായ ഒരു സത്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് വേഗം വരികയാണ്. നമ്മുടെ കർത്താവ് താമസിയാതെ വരികയാണ്. ഒരുപക്ഷെ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് ശേഷിക്കുമെന്നറിയില്ല. ജനങ്ങളെ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകജീവിതം കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു നിത്യമായ സ്വർഗം, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ഒരു രാജ്യം, ഇല്ലെങ്കിൽ ഭയാനകമായ നിത്യമായൊരു നരകം. ഞാൻ ഓർക്കുകയാണ്, നരകത്തെക്കുറിച്ച് ഏറ്റവും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവാണ്. ബൈബിളിൽ പുതിയ നിയമത്തിൽ 260 അധ്യായമുണ്ട്. 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ 234 പ്രാവശ്യം നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞു. ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ 234 പ്രാവശ്യം നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞു. ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട്. 260 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേയിൽ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. 260 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേയിൽ കൂടെ
ഞാനൊരു ലക്ഷ്യം വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ 234 പ്രാവശ്യം വാൺ ചെയ്യുന്ന ബോർഡ് കണ്ടു, മാറിക്കോ മാറിക്കോ മാറിക്കോ, ഈ വഴിയിൽ നിന്ന് മാറിക്കോ എന്ന മുന്നറിയിപ്പ് കണ്ടു. ഞാൻ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയാൽ ഞാൻ അവസാനം ആ ദുരന്തത്തിൽ ചെന്നപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ 234 പ്രാവശ്യം നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മുന്നറിയിപ്പ് തന്നതിൻ്റെ കാരണം ആ ദുരന്തത്തിൽ നമ്മൾ ചെന്നപ്പെടരുത്. നരകം യഥാർത്ഥമാണ്. അത് സൃഷ്ടിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാട്ടെ വാഴ്ചകളാട്ടെ, അതൊക്കെ സൃഷ്ടിച്ചത് യേശുക്രിസ്തുവാണ്. കരുണയിൽ സമ്പന്നനായ കർത്താവ് എന്തിനാണ് ഇത്ര ക്രൂരമായി ഈ നരകം സൃഷ്ടിച്ചത്? എന്തിനാണ് ഈ നരകം ഒരു തീപ്പൊയ്കയായി സൃഷ്ടിച്ചത്? പലപ്പോഴും ഞാനിരുന്ന് ഓർത്തു, എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചത്? നരകത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഒരിക്കലെങ്കിലും മനുഷ്യനെ അവിടെ നിന്ന് ദൈവം വിടുവിക്കത്തില്ലേ? ഞാൻ പറഞ്ഞു, ദൈവം വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരിക്കലെങ്കിലും ദൈവം അവിടെ നിന്ന് മനുഷ്യനെ വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, നിത്യശിക്ഷാവധി, നിത്യനാശം, നിത്യാഗ്നി, ഒരിക്കലും അവസാനിക്കാത്ത ശിക്ഷ, ഒരിക്കലും കെട്ടുപോകാത്ത തീ, നിത്യാഗ്നി, നിത്യശിക്ഷാവധി. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. വേദപുസ്തകത്തിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ സ്ഥാനവും നിത്യമാണെന്നും എന്നെന്നുമുള്ളതാണെന്നും പറയുമ്പോൾ അതിൻ്റെ ഭീകരത്വം വരച്ചു കാണിക്കുകയാണ്. ഒരിക്കലെങ്കിലും വിടുതൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ വേദപുസ്തകം വിശ്വസിക്കുന്ന നാം ഒന്ന് തീർത്തു പറയുന്നു, ഒരിക്കലും വിടുതലില്ല. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പോകുമെന്ന് അവൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മടങ്ങി വരില്ല. എന്തിനാണ് ദൈവം ഇത്ര ഭയങ്കരമായിട്ട് ഈ നരകം സൃഷ്ടിച്ചത്? ഞാൻ പറയാം എന്തിനാണെന്ന്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ എനിക്കതിൻ്റെ ആശയം മനസ്സിലായി. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22 വാക്യം, എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ച് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? ദൈവം വിളിച്ച് വേർതിരിച്ച കരുണാപാത്രങ്ങൾ, അവൻ്റെ കരുണയുടെ പാത്രങ്ങൾ, രക്ഷയിലേക്ക് കടന്നു വന്ന ദൈവജനം, അവരെക്കുറിച്ച് വായിക്കുന്നു, അവൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുന്ന കരുണാപാത്രങ്ങൾ. തൻ്റെ തേജസ്സിന്റെ ധനം, ദൈവത്തിൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുകയാണ് ആ കരുണാപാത്രങ്ങളിൽ. അതേസമയം വേറെ ഒരു പാത്രത്തെ കാണിക്കുന്നു, തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും കോപപാത്രങ്ങൾ. തൻ്റെ കരുണ വെളിപ്പെടുത്തുന്ന കരുണാപാത്രങ്ങൾ, തൻ്റെ കോപം വെളിപ്പെടുത്തുന്ന, തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന കോപപാത്രങ്ങൾ. ദൈവത്തിൻ്റെ കരുണ എത്ര വലുപ്പം ഉള്ളതാണെന്ന് ദൈവജനത്തിൽ അവൻ വിളിച്ചു പറയും. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ധനം, നമുക്ക് വേണ്ടി ഒരുക്കുന്ന മഹത്വം, ആ മഹത്വത്തിൻ്റെ ധനം അവൻ്റെ കരുണയുടെ വലിപ്പം വിളിച്ചു പറയും. അർഹതയില്ലാത്ത നന്മകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും. എത്രയോ എത്രയോ സമ്പത്ത് കൊണ്ട് നമ്മളെ നിറയ്ക്കും. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അടുക്കൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷയാദിച്ചു വന്ന കഥ നമുക്കറിയാം. അലക്സാണ്ടർ തൻ്റെ പടയാളികളോട് പറഞ്ഞു, ആ സ്വർണ്ണ നാണയം ഇരിക്കുന്ന പെട്ടി എടുത്തുകൊണ്ട് വരാൻ. ഭിക്ഷക്കാരൻ ഭിക്ഷ ചോദിച്ചു വന്നതാണ്. നിന്റെ തുണിയൊന്ന് നിവർത്തുവാൻ പറഞ്ഞു. അലക്സാണ്ടർ കൈ നിറച്ച്, ഒരു കൈ നിറച്ച് സ്വർണ്ണ നാണയം എടുത്ത് അവന് കൊടുത്തു. അവൻ വാവിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അലക്സാണ്ടർ 2, 3 എന്ന് പറഞ്ഞ കൈകൾ നിറച്ച് താൻ എടുത്തു കൊടുത്തപ്പോൾ അലക്സാണ്ടർ ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, നിനക്കത് മതിയായിരിക്കാം. എന്നാൽ അലക്സാണ്ടറിന്റെ മഹത്വത്തിന് അത് ചേരുന്നതല്ല. അലക്സാണ്ടർ കൊടുക്കുമ്പോൾ അലക്സാണ്ടറിന്റെ മഹത്വത്തിന് ചേർന്ന വിധത്തിൽ കൊടുക്കും. ഞാൻ ചോദിച്ചോട്ടെ, സ്വർഗത്തിലെ ദൈവം, സകലത്തിന്റെ ഉടവനായ ദൈവം, അഖിലാണ്ടത്തിന്റെ ഉടവനായ ദൈവം അവന്റെ കരുണയുടെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിക്കുമ്പോൾ എന്നിലും നിങ്ങളിലും ആ ധനം എത്ര വലുതായി അവൻ പ്രദർശിപ്പിക്കും. അലക്സാണ്ടർ മുന്നിൽ നിന്ന ഭിക്ഷക്കാരൻ മതിയെന്ന് പറഞ്ഞ് കരഞ്ഞതുപോലെ ആ ധനത്തിന്റെ മുന്നിൽ, അവന്റെ കരുണയുടെ മുന്നിൽ, അവൻ വെളിപ്പെടുത്തുന്ന ധനത്തിന് മുന്നിൽ കണ്ണുനീർ ഒഴിക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ മറുഭാഗത്ത്
വേറെ ഒരു പാത്രമുണ്ട്. തൻ്റെ കോപം കാണിപ്പാൻ, തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ അവൻ ഒരുക്കിയ കോപപാത്രങ്ങൾ. ഞാനിങ്ങനെ പറയട്ടെ, നെബൂഖദ്നേസർ ഒരു ബിംബം നാട്ടി. താൻ കൽപ്പന പുറപ്പെടുവിച്ചു, ആരെങ്കിലും ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ തീച്ചൂളയിലിടും. 3 ബാലന്മാരെ പിടിച്ചുകൊണ്ട് വന്നു. അവരെ രാജാവ് തീച്ചൂളയിൽ ഇടുകയല്ല. രാജാവ് പറഞ്ഞു, തീച്ചൂളയുടെ ശക്തി 7 ഇരട്ടി കൂട്ടുവാൻ പറഞ്ഞു. രാജാവിന്റെ കോപത്തെ തട്ടി ഉണർത്തിയപ്പോൾ തീച്ചൂളയുടെ ആക്കം 7 ഇരട്ടി കൂട്ടി. എന്നിട്ടാണ് ആ ബാലന്മാരെ പിടിച്ചിട്ടത്. ഞാൻ ചോദിച്ചോട്ടെ, ഇതാരുടെ കോപമാണ്? ഇതാരുടെ കോപമാണ്? സർവശക്തനായ ദൈവത്തിന്റെ കോപം. സർവശക്തനായ ദൈവത്തിന്റെ കോപം. ആ കോപം എങ്ങനെയിരിക്കും? ഒരു രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണെന്ന് സദൃശവാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ കോപം എങ്ങനെയാണ്? ആ കോപം എങ്ങനെയാണെന്ന് ദൈവം കാണിക്കും. ആ കോപപാത്രങ്ങളിൽ അവൻ കാണിക്കും. അത് കാണിപ്പാനാണ് ആ നരകത്തെ തീ പൊയ്കയായി അവൻ സൃഷ്ടിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇരുന്ന് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എന്നെ പ്രസംഗിപ്പാൻ പ്രേരിപ്പിക്കുന്ന ഒരു വസ്തുത. ഞാൻ ക്ഷീണിതനാണ്. കഴിഞ്ഞ 2-3 രാത്രിയായി ശാരീരികമായി വളരെ അസ്വസ്ഥതയാണ്. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു സത്യം ഞാൻ പറയട്ടെ, ആ നരകത്തിൻ്റെ ഭീകരത ഓർക്കുമ്പോൾ എന്ത് കഷ്ടം സഹിച്ചും പ്രസംഗിക്കണമെന്ന് എനിക്ക് തോന്നും. ഞാൻ പറയട്ടെ, ഇതാരുടെ കോപമാണ്? സർവശക്തനായ ദൈവത്തിൻ്റെ കോപമാണ്. അതിൻ്റെ ഭയങ്കരത്വം എത്ര വലുതാണ്! വിശുദ്ധ വേദവസ്വം വെളിപ്പെടുത്തി, അത് തീപ്പൊയ്കയാണ്. എന്തിനാണ് അവനെ തീപ്പൊയ്കയായിട്ട് സൃഷ്ടിച്ചത്? എന്തിനാണ് അവൻ ലേക്ക് ഓഫ് ഫയർ ആയിട്ട് സൃഷ്ടിച്ചത്? ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു പൊയ്കയിൽ, ഒരു തടാകത്തിൽ ഒരു മനുഷ്യൻ വീണാൽ അവൻ്റെ കണ്ണിനകത്തും വായ്ക്കകത്തും മൂക്കിനകത്തും എല്ലാം ആ വെള്ളം നിറയുന്നത് പോലെ ഈ അഗ്നിഗന്ധക പൊയ്കയിലെ ഈ ഉരുകിയ ലാവ അവൻ്റെ മൂക്കിലും വായിലും കണ്ണിലും എല്ലാം നിറയുമ്പോൾ ആ വേദനയുടെ ഭയങ്കരത്വം എത്ര വലുതായിരിക്കും! അത് സർവശക്തനായ ദൈവത്തിൻ്റെ കോപം കാണിക്കുന്ന ഇടമാണ്. അവൻ്റെ കോപം അവൻ പ്രദർശിപ്പിക്കുന്ന ഇടമാണ്. അതിൻ്റെ ഭീകരത്വം ഭയങ്കരമാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇത് സൃഷ്ടിച്ച ദൈവപുത്രന്, ഈ നരകം സൃഷ്ടിച്ച ദൈവപുത്രന് അതിൻ്റെ ഭീകരത്വം അറിയാവുന്നത് കൊണ്ട് അവൻ തനിയെ ഇവിടെ ഇറങ്ങി വന്നു. അവൻ തനിയെ ഇറങ്ങി വന്നു. അവനൊരു മനുഷ്യവേഷം എടുത്തു. സകല കഷ്ടതകളും അനുഭവിച്ചു. അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചില്ല. അവൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചില്ല. പ്രവാചകൻ ഇങ്ങനെ രേഖപ്പെടുത്തി, അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് കവിളും കാണിച്ചു കൊടുത്തു. 33.5 വയസ്സ്. നല്ല യൗവനക്കാരനായ അവൻ്റെ മുഖത്ത് നിന്ന് രോമങ്ങൾ അവർ പിഴുതപ്പോൾ ആ മുഖം അവൻ മാറ്റിയില്ല. ആ മുഖം അവൻ കാണിച്ചു കൊടുത്തു. അടിച്ചപ്പോൾ അവൻ്റെ മുതുക് അവൻ കാട്ടിക്കൊടുത്തു. തുപ്പലിന് അവൻ്റെ മുഖം അവൻ മറച്ചില്ല. തുപ്പിക്കൊള്ളുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ അടികളേറ്റു. തിരുവചനത്തിൽ വായിക്കുന്നു, കോലുകൊണ്ട് അവനെ അടിച്ചു. മുൾക്കിരീടം അവൻ്റെ ശിരസിൽ വെച്ചു. മീഖ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവൻ കോലുകൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. അവനെ അടിച്ചു. ചേവകർ അവനെ അടിച്ച് കയ്യേറ്റു. വചനത്തിൽ വായിക്കുന്നു, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി. അവൻ വേദനപ്പെട്ടു. പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ ഞാൻ രേഖപ്പെടുത്തി, കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. പാതാള വേദനകൾ എന്നെ പിടിച്ചു. നരകത്തിനൊരു വേദനയുണ്ട്, അതവനെ വളഞ്ഞു. നരകത്തിനൊരു ദാഹമുണ്ട്, എനിക്ക് ദാഹിക്കില്ലെന്ന് അവൻ പറഞ്ഞു. നരകത്തിനൊരു വേർപാടുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് അവൻ ഉറക്കെ കരഞ്ഞു. നരകത്തിന് ഇരുട്ടുണ്ട്, അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു. നരകത്തിൻ്റെ ഇരുട്ട്, നരകത്തിൻ്റെ ദാഹം, നരകത്തിൻ്റെ വേദന, നരകത്തിൻ്റെ വേർപാട്, നരകത്തിൻ്റെ സകല യാതനകളും അവൻ അനുഭവിച്ചു. പാപത്തിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചു. അവസാനം ക്രൂശിൽ പാപത്തിന്റെ ശമ്പളമായ മരണവും അവൻ അനുഭവിച്ചു. നരകത്തിൻ്റെ വേദനയും മരണവും അവൻ അനുഭവിച്ചു. എന്തിനു വേണ്ടിയാണ്? എന്നെയും നിങ്ങളെയും ആ നരകത്തിൽ നിന്ന് വിടുവിപ്പാൻ.
അവൻ സൃഷ്ടിച്ച ഭീകരമായ നരകവേദനയിൽ നിന്ന് വിടുവിപ്പാൻ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. He gave them authority. ഇന്ന് ഈ സമയം ഈ ഇരിക്കുന്ന ഞങ്ങളുടെ കേൾവിക്കാരിൽ ആരെങ്കിലും അവനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് ഞാൻ അവനെ ഏറ്റുപറയുന്നു എന്ന് പറയുവാൻ ധൈര്യം കാണിച്ചാൽ സ്വർഗത്തിൽ മറ്റൊരു കാര്യം നടക്കും. യേശുക്രിസ്തു പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നവരെ കുറിച്ച് സ്വർഗത്തിലെ ദൂതന്മാരുടെ മധ്യത്തിൽ വലിയ സന്തോഷമുണ്ടാകും. ആ ദൂതന്മാർ സന്തോഷിക്കുക മാത്രമല്ല, കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഏറ്റുപറയും. അവൻ ഉയരത്തിൽ നിങ്ങൾ ഏറ്റുപറയും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കില്ല, ഞാൻ ഒരു നാളും കൈവിടില്ല. കർത്താവ് ഒരിക്കലും കൈവിടില്ല. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം അവൻ ഒരുക്കി. നിങ്ങൾ പള്ളിക്ക് പണം കൊടുക്കണ്ട, പുണ്യകർമ്മങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ദാനകർമ്മങ്ങൾ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അവൻ സകലവും ഒരുക്കിയിട്ട് അവൻ സൗജന്യമായ രക്ഷ തരികയാണ്. ഇന്ന് ഹൃദയം തുറന്ന് അവനെ സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുവാൻ കഴിയും. നിങ്ങളോട് ഞാൻ ആത്മാർത്ഥ ഹൃദയത്തിൽ നിന്ന് ഓർപ്പിക്കട്ടെ, നമ്മൾ ഇതുവരെ ഓർത്ത കാര്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കേട്ടു. എത്ര വ്യക്തമായി നൂറ്റാണ്ടുകളായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കാര്യങ്ങൾ ഒരുക്കപ്പെട്ടത് നമ്മുടെ കർത്താവിൻ്റെ വരവിന് മുമ്പ് നടക്കേണ്ട കാര്യങ്ങളാണ്. അവൻ വരും, അന്ത്യക്രിസ്തു പ്രത്യക്ഷപ്പെടും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ദൈവമക്കളെ അവൻ മധ്യാകാശത്തിലേക്ക് മാറ്റും. അതിൻ്റെ ശേഷം ലോകത്തെ വഞ്ചിക്കുന്ന, ലോകത്തെ കാപട്യത്തിൽ നയിക്കുന്ന ഒരു അന്ത്യക്രിസ്തു പ്രത്യക്ഷപ്പെടും. യേശുക്രിസ്തു വിശ്വസിക്കാത്തവരെ ആ പോഷ്ക്ക് വിശ്വസിപ്പാൻ ദൈവം ഇടയാക്കി മാറ്റും. അന്ത്യക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യനരകം, നിത്യശിക്ഷാവധി, ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടും. നമ്മൾ വളരെ ലാഘവത്തോടുകൂടെ ഈ സംഭവങ്ങളെ എടുക്കരുത്. എത്രയോ വ്യക്തമായി, എത്രയോ ധൃതഗതിയിൽ കാല അന്ത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. കർത്താവ് പറഞ്ഞില്ലേ, ഇത് സംഭവിച്ചു തുടങ്ങി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തലകളെ ഉയർത്തണം. നമ്മുടെ കർത്താവ് പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. വിശുദ്ധിയെ തികച്ചും സ്നേഹത്തിൽ കൈകോർത്ത് പിടിച്ചും അന്യോന്യം കരുതിയും അവൻ്റെ മഹത്വം മാത്രം ലക്ഷ്യമാക്കി ശിഷ്ടമുള്ള ആയുസ്സ് നമുക്ക് ജീവിക്കാം. രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പില്ലാതെ ഇവിടെ ഉണ്ടെങ്കിൽ, ഞാനൊരു ദൈവവേദലാണോ, കർത്താവ് ഒന്ന് മധ്യാകാശത്തിൽ കാഹളം ധരിച്ചാൽ ഞാൻ എടുത്തുള്ളപ്പെടുമോ അറിയില്ല, എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരവസരം തരികയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ അവൻ മരിച്ചു. നിങ്ങളത് സ്വീകരിക്കുമോ? നിങ്ങളുടെ പാപത്തെ പേറിക്കൊണ്ടാണ് അവൻ ക്രൂശിൽ പോയത്. നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയാണ് അവൻ അനുഭവിച്ചത്. കർത്താവെ, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ നീ കടന്നു വന്ന് എന്നെ ഒരു ദൈവവേദലാക്കി തീർക്കണം. നിങ്ങളങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ നിങ്ങളൊരു ദൈവവേദലായി മാറും. നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുക. കർത്താവെ, നിന്നെ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നു. കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ എന്നെ ലജ്ജിക്കുന്നവനെ ഞാനും അവിടെ ലജ്ജിക്കും. ഈ കർത്താവിനെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് തയ്യാറാണോ? കാലം അതിൻ്റെ അന്ത്യത്തിൽ വന്നു. നമ്മുടെ കർത്താവ് ഏത് നിമിഷവും വരാം. എല്ലാ സംഭവങ്ങളും യേശുക്രിസ്തുവിന്റെ വരവിനെ കാണിക്കുന്നു. നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് അവൻ ക്രൂശിൽ മരിച്ചു. സകലം അവൻ അനുഭവിച്ചു. എത്രയോ വലിയ യാതന അവൻ അനുഭവിച്ചു. അവൻ്റെ സന്നിൽ വരുന്നവരെ അവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളെ ഒരു ദൈവവേദലാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം വരും. നിങ്ങളുടെ ധനമല്ല, നിങ്ങളുടെ ഒന്നുമല്ല അവൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി തന്നു. അവനെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സാണോ?